പറഞ്ഞ് ട്രെയിനിൽ നിന്നും പിടിച്ചു. കരഞ്ഞിട്ടും അവർ വിട്ടില്ല. അനുഭവം പറഞ്ഞ് വിഷ്ണു. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. നടൻ എന്നതിലുപരി തിരക്കഥാകൃത്തായി തിളങ്ങിയിട്ടുള്ള വിഷ്ണു ഉണ്ണികൃഷ്ണൻ തന്റെ ജീവിതത്തിലുണ്ടായ സംഭവങ്ങൾ സിനിമയിലൂടെ കാണിച്ചിരുന്നു. കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലെത്തിയ താരം തന്റെ ജീവിതത്തിലുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കുകയാണ്. ട്രെയിനിൽ വെച്ച് കള്ളനാണെന്ന് കരുതി തന്നെ പിടിച്ചതിനെ കുറിച്ചായിരുന്നു വിഷ്ണു ഉണ്ണികൃഷ്ണൻ പറഞ്ഞത്. സുഹൃത്തായ ബിബിൻ ജോർജിനൊപ്പം ഫ്ലവേഴ്സ് 1 കോടി എന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴാണ് ചെറിയ പ്രായത്തിൽ കള്ളനായി ചിത്രീകരിക്കപ്പെട്ടതിനെ പറ്റി വിഷ്ണു വെളിപ്പെടുത്തിയത്. അന്ന് സ്കൂളിൽ നിന്നും കലോത്സവത്തിൽ പങ്കെടുക്കാൻ കൊണ്ടുപോയി. എന്റെ ടീച്ചറിന്റെ ഭർത്താവിനൊപ്പമാണ് പോകുന്നത്. അദ്ദേഹം അടുത്തുള്ള മറ്റൊരു സ്കൂളിലെ അധ്യാപകനാണ്. ടീച്ചറിന് സമയമില്ലാത്തത് കൊണ്ട് എന്നെയും അവർക്കൊപ്പം വിട്ടതാണ്. എനിക്ക് മിമിക്രി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് അവരുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് എന്റെ ഐറ്റം തീരുന്നതുവരെ കാത്തിരിക്കുകയാണ് സാറും കുട്ടികളും. ഒടുവിൽ എന്റെ ഐറ്റം കഴിഞ്ഞ് തിരികെ പോരുകയാണ്. ട്രെയിനിന് പോകാനുള്ളത് കൊണ്ട് റിസൾട്ട് എന്തായി എന്നറിയാൻ കാത്തിരിക്കാനൊന്നും സമയമില്ലായിരുന്നു. അന്ന് ഫസ്റ്റ് കിട്ടുന്ന കുട്ടികളുടെ ഫോട്ടോ മാത്രമേ എടുക്കുകയുള്ളൂ. എന്തായാലും റിസൾട്ട് അറിയാൻ നിൽക്കാതെ ഞങ്ങൾ തിരികെ പോന്നു. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ 9 മണി. ട്രെയിൻ 2 മണിക്ക് വരികയുള്ളൂ. അങ്ങനെ അവിടെ കാത്തു നിൽക്കുമ്പോഴാണ് മിമിക്രിയിൽ പങ്കെടുത്ത വേറൊരു കുട്ടി വരുന്നത്. അവനോട് റിസൾട്ട് എന്തായി എന്ന് ചോദിച്ചപ്പോൾ 1ാം സ്ഥാനം 21ാം നമ്പറിനാണെന്ന് പറഞ്ഞു. നോക്കുമ്പോൾ അതെന്റെ നമ്പറാണ്. അങ്ങനെയാണ് അതിൽ വിജയിച്ചത് ഞാനാണെന്ന് അറിയുന്നത്. ഇതോടെ വലിയ സന്തോഷത്തോടെയാണ് ട്രെയിനിൽ കയറുന്നത്. കാലുകുത്താൻ പോലും സ്ഥലമില്ലായിരുന്നു. ഒടുവിൽ ഞാനും എന്റെ കൂട്ടുകാരനും കൂടെ വാതിലിന്റെ സൈഡിലായി സ്ഥലം കിട്ടി നിന്നു. ഇടയ്ക്ക് ഒരു പ്രായമുള്ള ആള് ഞങ്ങളെ തിക്കി ഞെരുക്കി ബാത്റൂമിലേക്ക് പോയി. തിരികെയും അതുപോലെ പോയി. പെട്ടെന്ന് അദ്ദേഹം ഒരു കരച്ചിലാണ്. അദ്ദേഹത്തിന്റെ പേഴ്സ് ആരോ അടിച്ചു മാറ്റിയെന്ന് പറഞ്ഞാണ് കരയുന്നത്. ശേഷം അത് ഞാനാണെന്ന് പറഞ്ഞു. അന്നേ ബോഡി ഷെയ്മിങ്ങിന്റെ ഏറ്റവും വീക്കായ സമയമാണ്. കേട്ടവരെല്ലാം എന്റെ നേരെ തിരിഞ്ഞു. ഇതോടെ ഞാനല്ല പേഴ്സ് എടുത്തതെന്നും ഞാനിങ്ങനെ മത്സരത്തിൽ പങ്കെടുത്ത് മടങ്ങുകയാണെന്നും ഒക്കെ പറഞ്ഞു. സ്കൂളിന്റെ ഐഡന്റിറ്റി കാർഡ് വരെ കാണിച്ചു കൊടുത്തു. എന്നിട്ടും അവർ വിട്ടില്ല. എന്റെ കണ്ണൊക്കെ നിറഞ്ഞു വരികയാണ്. പക്ഷേ ആളുകൾ എന്റെ ശരീരം മൊത്തം പരിശോധിച്ചിട്ടും പേഴ്സ് കിട്ടിയില്ല. ഇവൻ ഒറ്റയ്ക്കാവില്ല, വേറെയും ആളുകൾ ഉണ്ടാവും, അതൊക്കെ എത്തേണ്ടിടത്ത് എത്തിയിട്ടുണ്ടാവുമെന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്. എന്നാൽ പേഴ്സ് അയാൾ ഇരുന്നിടത്ത് നിന്നും തിരികെ കിട്ടി. ഇതോടെ എന്നെ പിടിച്ചു നിർത്തിയവരൊക്കെ വിട്ടിട്ടു പോയി. രാവിലെ 5 മണിക്ക് ട്രെയിൻ തൃശൂർ എത്തിയപ്പോൾ പത്രം വാങ്ങി. അതിൽ എന്റെ മത്സരഫലം ഉണ്ടായിരുന്നു. അത് ഞാൻ അവരെ കാണിച്ചു കൊടുത്തിട്ടാണ് പോന്നതെന്നും വിഷ്ണു പറയുന്നു.